സ്വരാജ് മുരിക്കാട്ടുകുടിയിലെ ആനശല്യത്തിന് വനംവകുപ്പ് പരിഹാരം കാണണമെന്ന ആവശ്യം ഉയർത്തി കഞ്ചേർ പഞ്ചായത്ത്. വരും ദിവസങ്ങളിൽ മുരിക്കാട്ടുകുടിയിൽ വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ വെളിച്ച സംവിധാനം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. സ്വരാജ് മറ്റപ്പള്ളി എന്നും കാട്ടാന ഭീതി പരത്തുന്ന പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ട്രെഞ്ചുണ്ടെങ്കിലും മണ്ണ് മൂടിക്കിടക്കുന്നതിനാൽ കാട്ടാനയ്ക്ക് യഥേഷ്ടം കടന്നു വരാവുന്ന അവസ്ഥയിലാണ്. ഓരോ പ്രാവശ്യവും കാട്ടാന നാട്ടിലെത്തുമ്പോൾ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിക്കും. എന്നാൽ നടപടി ഉണ്ടാകാറില്ല. ഇപ്രാവശ്യവും നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. വാഗ്ദാനം മാത്രം പോരാ, നടപടിയാണ് ആവശ്യം. മറ്റപ്പള്ളിയിൽ രാത്രികാലത്ത് പ്രകാശിക്കുന്ന വഴിവിളക്കുണ്ടായിരുന്നില്ല. ഇവിടെ ലൈറ്റ് പ്രകാശിപ്പിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ നിരവധി തവണ ആവശ്യം ഉയർത്തി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം നടന്നില്ല. ആന ഇറങ്ങി പ്രദേശം ഭീതിയിലായതോടെ വഴിവിളക്ക് സ്ഥാപിക്കാൻ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിച്ചു. അവിടുത്തെ ലൈറ്റ് എല്ലാം പോയി കിടക്കുകയായിരുന്നു. നമുക്ക് മെയിൻ്റനൻസിന് ഈ പ്രാവശ്യം ഫണ്ട് വെച്ചിട്ടില്ല. നിലവിൽ പുതിയ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതായി വരുമ്പോഴത്തേനും കാലതാമസം നേരിടും. അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇക്കാര്യം ഞാൻ നിരന്തരം ബാധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ പ്രദേശത്ത് മുഴുവനും ലൈറ്റ് ഇടാനുള്ള തീരുമാനം ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻറ്റ് ഞാനുൾപ്പെടെ ഞങ്ങളവിടെ പോയി നോക്കി ഏതൊക്കെയാണ് ലൈറ്റ് ഇടേണ്ടതെന്ന് കണ്ടെത്തുകയും ആ ലൈറ്റ് ഇടാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഞായറാഴ്ച നാളെ നമ്മൾ ആ ലൈറ്റ് മുഴുവനും ആ ഭാഗത്ത് മുഴുവൻ ലൈറ്റ് ഇടും. അപ്പോൾ ആ ലൈറ്റ് ഇടുന്നതോടുകൂടി ആ ഭാഗത്ത് ജനങ്ങൾക്ക് കുറേയൊക്കെ ആശ്വാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊരു പൂർണ്ണ പരിഹാരമൊന്നും ആകത്തില്ല. അത് ഫോറസ്റ്റുകാർ ഉൾപ്പെടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ട്രെഞ്ച് ഏറ്റവും ആവശ്യം അതാണ്. ട്രെഞ്ചിൻ്റെയാണ്. ട്രെഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ മൃഗങ്ങളിൽ നിന്നൊക്കെ ശല്യം മാറ്റാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി നിലയിൽ എന്നെ ചെയ്യാൻ പറ്റുന്നത്. വരും ദിവസങ്ങളിൽ പ്രദേശത്ത് മുഴുവനും വൈദ്യുതി ലൈറ്റ് ഇടാൻ അടിയന്തര തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ മുതൽ ലൈറ്റ് സ്ഥാപിച്ചു തുടങ്ങും. ലൈറ്റ് ഇട്ടതുകൊണ്ടും മാത്രം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ആന കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്. വനം വകുപ്പ് ട്രെഞ്ച് ആഴം കൂട്ടിയാൽ മാത്രമേ ആനശല്യത്തിന് പരിഹാരം ഉണ്ടാകൂ. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.